ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടെ കാത്തിരുന്ന ഒരു ദിവസമാണ് ജൂൺ 3. ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മോള് ആദ്യമായിട്ട് സ്കൂൾക്ക് പോകുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ ബാഗ് പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ബുക്സ് ഒന്നും കൊണ്ടുപോകണ്ട, പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും വേണ്ട, 11 മണി വരെ സ്കൂൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്നാക്സും പിന്നെ സ്കൂൾ ഡയറിയും മാത്രം മതി. അപ്പോൾ കുട്ടികളൊക്കെ എണീക്കുന്നതിന് മുമ്പേ ഇതൊക്കെ തീർത്ത് വെച്ചാൽ പിന്നെ അവർ എണീറ്റ് കഴിഞ്ഞാൽ ആകെ ബിസിയാകും. അവർക്ക് ഫുഡ് രാവിലെ എണീപ്പിക്കലും എണീറ്റ് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കലും പിന്നെ എണീറ്റ് കഴിഞ്ഞാലുള്ള വാശിയും, അപ്പോൾ എല്ലാം കൂടെ ആകെ ബിസിയാകും. അപ്പോൾ അവർ എണീക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചാൽ പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ കരുതിയിട്ടാണ്. അപ്പോൾ ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സ് ഇടാം. ഇവർക്ക് മൺഡേ കളർ ഡ്രസ്സാണ്, ബാക്കി 4 ദിവസമാണ് യൂണിഫോം വരുന്നത്. അപ്പോൾ ഇനി നാളെ മുതൽ നോർമൽ യൂണിഫോമിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഫസ്റ്റത്തെ 3 ദിവസം നമ്മൾ പാരൻ്റ് കൂടെ പോകണം. 8:45 മുതൽ 11 മണി വരെയാണ് സ്കൂൾ ടൈം. പിന്നെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ സാധാ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ കുട്ടീനെ സ്കൂൾ ബസ്സിൽ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞ് ഇനി എൻ്റെ ബാഗും കൂടെ പാക്ക് ചെയ്യണം. അപ്പോൾ ചെറിയ കുട്ടീനെയും കൊണ്ട് പോകുന്നതല്ലേ, അപ്പോൾ എങ്ങനെയാവും എന്താവും ഒന്നും അറിയില്ലല്ലോ, സ്കൂളിൽ നിൽക്കുമോ കരയോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അവനക്ക് വേണ്ട അത്യാവശ്യം ഡയപ്പറും പിന്നെ കരയാണെങ്കിൽ കൊടുക്കാനൊരു മുട്ടായും ടോയും ഒക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ എല്ലാ പണികളൊക്കെ തീർത്ത് പിന്നെ ഒരു 7 മണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി മോളെ എണീപ്പിക്കണം. ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് ഇത്ര നേരത്തൊക്കെ എണീപ്പിക്കുമ്പോൾ അതിൻ്റേതായ വാശിയും കുറുമ്പും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് ഇനി റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒരു ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. ശരിക്കും ഈ യൂട്യൂബ് നമ്മുടെ മെമ്മറീസൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് കാലം കഴിഞ്ഞാലും നമ്മുടെ ഈ നല്ല നല്ല ടൈമൊക്കെ നമുക്കിതിലൂടെ എപ്പോൾ വേണമെങ്കിലും കാണാം. ഇനിയിപ്പോൾ അസുവാക്കാണെങ്കിലും അവൾ ഒരുപാട് വലുതായി കഴിഞ്ഞാലും ഈ ഫസ്റ്റ് ദിവസം സ്കൂൾക്ക് പോകുന്ന ഫസ്റ്റ് ദിവസമൊക്കെ നമുക്ക് അത്രയും പ്രഷ്യസായ ടൈമാണ്. അപ്പം ഈ ഒരു സമയമൊക്കെ അവൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനും എനിക്കും തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഇതൊക്കെ നമുക്ക് വീണ്ടും എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹെയറൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം റെഡിയായി. അപ്പോൾ ഒരു 7:30 7:45 ആയിട്ടുള്ളൂ. നമ്മൾ 8 മണിക്കാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു 8:30 8:45 ആകുമ്പോഴത്തേന് സ്കൂളിലെത്തിയാൽ മതി. അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. സ്കൂൾക്ക് പോകണം, കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ്, ഏറെ കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ പാർക്ക് അഡ്മിഷൻ്റെ സമയത്ത് ചെന്നിട്ട് പാർക്ക് കണ്ടതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലാണ് സ്കൂൾക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് റെഡിയാക്കലൊക്കെ കഴിഞ്ഞ് ഇനി സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും വെള്ളം ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം. സ്നാക്സിന് ഇന്ന് ഒരാപ്പിളും പിന്നെ കുറച്ച് ഈത്തപ്പഴം മാത്രമേ കൊടുത്തയക്കുന്നുള്ളൂ. കഴിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് ഇതേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയി. അപ്പോൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുവിധം എല്ലാ സ്കൂളിൻ്റെ ബസ്സും വരും. പക്ഷേ ഞങ്ങളിന്ന് ഓട്ടോക്കാണ് പോകുന്നത്. അങ്ങനെ സ്കൂളെത്തി. KG സെക്ഷൻ വരുന്നത് താഴെയാണ്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സും ആൻറ്റിമാരും എല്ലാവരും കുട്ടികളെ വെൽക്കം ചെയ്യാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിന്നെ സ്കൂളൊക്കെ അത്യാവശ്യം അലങ്കരിച്ച് കുട്ടികളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ബലൂണൊക്കെ വെച്ച് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ ക്ലാസ്സിൽ കുട്ടികളൊന്നും വന്നില്ല. കുറച്ച് കുട്ടികൾ, ഒരു 3-4 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുകയാണ്. സ്കൂളും പിന്നെ ക്ലാസ് റൂമും അങ്ങനെയെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ ചെറിയ ചെയറൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്യാനും ഇറങ്ങി ചെയറിലിരുന്നു. പിന്നെ കുട്ടികളെ കൂടെ കളിക്കൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ എല്ലാ കുട്ടികളും വന്നു. ക്ലാസ്സിൽ ഫുള്ള് കുട്ടികളായിട്ടോ. പിന്നെ ഇവരെ ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആരും വന്ന സമയത്തൊന്നും വലിയ കരയുക അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ നല്ല കരച്ചിലും സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ഉമ്മമാർ കൂടെ വേണമെന്നില്ല ആ ഒരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ മിസ്സ് പ്രസൻറ്റ് എടുക്കൽ തുടങ്ങി. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തലൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർ കരച്ചിലും പിന്നെ ചെറിയ വാശിയും പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ഇത് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. രണ്ടാളും സെയിം ക്ലാസ്സിലാണ്. അപ്പോൾ ഇവനൊക്കെ ഉള്ള ആ ഒരു ഇതിലാണ് വലിയ മടി കൂടാതെ സ്കൂളിലേക്ക് പോരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടികളെ കരച്ചിലും വാശിയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും കളിക്കാൻ വേണ്ടി പാർക്കിലേക്ക് വിട്ടു. അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുകയാണ്. അങ്ങനെ 11 മണിയായി. സ്കൂളൊക്കെ വിട്ട് ഇതിനിടയിൽ പേരൻസിനൊരു മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 11 മണിയായിട്ട് പിന്നെ സ്കൂൾ വിട്ട് ഇനി നാളെയും ഇതേപോലെ 8:45 to 11 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് പിന്നെ ഗാർഡൻ കാണണമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സ്കൂൾ തുറന്ന വിശേഷങ്ങളും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.